യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലെ അന്ധകാരമാകുന്ന പാപാവസ്ഥയിൽ നിന്നും നമുക്ക് എങ്ങനെ മോചനം ലഭിക്കാം, അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനങ്ങളായ പലതും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വ്യക്തിപരമായി മറികടക്കാൻ സാധിക്കുമെന്ന് ഈശോ തരുന്ന ഒരു വചനഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. വചനപ്രകാരമാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവർ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അഭാവമാണ്. ഒരിക്കലും വെളിച്ചത്തെ ഇരുട്ടിന് കീഴടക്കാൻ സാധിക്കില്ല. ഓർക്കുക പ്രിയമുള്ളവർ, അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഇരുട്ടിലാകുമ്പോൾ ദൈവം വെളിച്ചമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നാം പാപത്തിലും ബന്ധനത്തിലും അടിമത്തത്തിലാകുമ്പോൾ അതൊരു ഇരുട്ടാണ്. ആ അവസ്ഥയിലാണ് നാം തിരിച്ചറിയേണ്ടത്, പ്രകാശമായ കർത്താവ് എന്നിലേക്ക് കടന്നു വരണം. വെളിച്ചമാകുന്ന യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ, ഇരുട്ടിന് മാറ്റണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുട്ടിന് സമാനങ്ങളായ ബന്ധനങ്ങൾ, പാപങ്ങൾ, അടിമത്തങ്ങളെല്ലാം ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശപൂരിതമായി ജീവിക്കുവാനും ആ പ്രകാശം മറ്റു മക്കളുമായി പങ്കുവച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശ്വരാശീർവാദം തരാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇരുട്ടിനെ അകറ്റുവാൻ, പ്രകാശപൂരിതമായി ഈശോ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശു എന്ന പ്രകാശം സ്വീകരിച്ചുകൊണ്ട് മറ്റു മക്കളുമായി ഈ പ്രകാശം പങ്കുവയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.